നമസ്കാരം. നമുക്ക് ഇന്ന് പറയുന്നത് നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. അപ്പോൾ 27 നക്ഷത്രങ്ങളാണുള്ളത്. അതിൽ 9 നക്ഷത്രങ്ങൾ മനുഷ്യഗണ നക്ഷത്രങ്ങളും 9 നക്ഷത്രങ്ങൾ ദേവഗണ നക്ഷത്രങ്ങളും 9 നക്ഷത്രങ്ങൾ അസുരഗണ നക്ഷത്രങ്ങളുമാണ്. അതിൽ തന്നെ പുരുഷയോനി നക്ഷത്രങ്ങളും സ്ത്രീയോനി നക്ഷത്രങ്ങളുമുണ്ട്. പുരുഷയോനി നക്ഷത്രം എന്നാൽ അത് സ്ത്രീകളും ജനിക്കും പുരുഷന്മാരും ജനിക്കും. അങ്ങനെ വരുമ്പോൾ പൗരുഷം കൂടുതൽ കാണിക്കും. അതായത് നമ്മുടെ ജ്യോതിഷ രീതി പ്രകാരം പുരുഷയോനിയിൽ ജനിച്ച ഒരു സ്ത്രീ, അവർ പുരുഷയോനിയിൽ ജനിച്ച പുരുഷന് മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. അതേപോലെ സ്ത്രീ യോനിയിൽ ജനിച്ച ഒരു പുരുഷൻ, അയാൾ സ്ത്രീയോനിയിൽ ജനിച്ച സ്ത്രീയെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. അല്ലാതെ എതിർ യോനിയിൽ വിവാഹം കഴിച്ചാൽ അവർ തമ്മിൽ ദാമ്പത്യ പൊരുത്തക്കുറവ് സംഭവിക്കും. കാരണം ഒരു 15 വർഷം വരേക്ക് ദാമ്പത്യ സുഖം സെക്സ് അനുഭവിക്കാൻ അവർ തമ്മിൽ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ അതിലുണ്ടാകുന്ന സന്താനങ്ങൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നക്ഷത്ര പൊരുത്തത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ ചിലർ പറയും മനപ്പൊരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തം. അപ്പോൾ മനപ്പൊരുത്തത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? മനപ്പൊരുത്തം വരണമെങ്കിൽ ചേരുന്ന നാളുകൾ തമ്മിൽ വിവാഹം കഴിച്ചാലല്ലേ മനപ്പൊരുത്തം ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണെന്ന് വയ്ക്കുക. അശ്വതി നക്ഷത്രം പുരുഷയോനി നക്ഷത്രമാണ്. അവർ വിശാഖം മുക്കാല് അല്ലെങ്കിൽ ചോതി നക്ഷത്രത്തിൽ ജനിച്ച, രണ്ടും പുരുഷയോനി നക്ഷത്രമാണ്. നക്ഷത്രം സമസപ്തമമാണ്. ഇങ്ങനെ വരുമ്പോൾ അവർ തമ്മിൽ വളരെ സ്നേഹമായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്നേഹമായിരിക്കും. ആ സ്നേഹത്തോടുകൂടി തന്നെ അവർ ജീവിക്കും. മറിച്ച് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ അത്തം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷനെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ, അത്തം നക്ഷത്രം സ്ത്രീയോനി നക്ഷത്രമാണ്. അതുകൂടാതെ ശത്രുവിനെയാണ് വിവാഹം കഴിക്കുന്നത്. അതായത് അശ്വതി നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയും അത്തം നക്ഷത്രത്തിൻ്റെ അധിപൻ ബുധനുമാണ്. അത് ഷഷ്ടാഷ്ടമം അഷ്ടമഷഷ്ടം. ശത്രുക്കൾ തമ്മിൽ വിവാഹം കഴിച്ചാൽ എപ്പോഴും അസ്വാരസ്യങ്ങളുണ്ടാവുകയും കലഹങ്ങളും ഉണ്ടാവുകയും അതുമൂലം വിവാഹം, കുടുംബ കോടതി വ്യവഹാരം, ഡിവോഴ്സ് എല്ലാം സംഭവിക്കും. അതുകൊണ്ട് നക്ഷത്രപ്പൊരുത്തം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നക്ഷത്രപ്പൊരുത്തം കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം വിവാഹം കഴിക്കാൻ. അപ്പോൾ അതിലേക്കൊക്കെ എത്തണമെങ്കിൽ നിങ്ങൾക്ക് ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിലേക്ക് എത്തി ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ തിരിച്ചറിയാൻ സാധിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ നേത്രദർശനമാണ് ഐ വിഷൻ ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്.